അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ തത്സമയ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. റമദാനിലെ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായി അൽ ഇജാബ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷബീബ് സലാഹിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഫീഡ്ബാക്കിൽ വന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: യു എയിൽ കാർ വാങ്ങാൻ ബാങ്ക് ഡീലർമാർ മുറാബഹ അതല്ലെങ്കിൽ ഇജാറ എന്ന പേരിൽ ഫിനാൻസ് ഓഫർ ചെയ്യാറുണ്ട്. പക്ഷേ EMI കാർഡ് വഴി അതിൻ്റെ പ്രോസസ്സിംഗ് ഫീലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ഉണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിൽ ഹലാലാണോ? ഇത് പലിശയുമായി ബന്ധമുണ്ടാകുമോ? ലോണാണോ? എന്താണ് ഇസ്ലാമികപരമായി അതിനുള്ള മറുപടി എന്താണ്? ഇസ്ലാമിക ബാങ്കിങ് സിസ്റ്റത്തിൽ ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മുറാബഹ, അതുപോലെ തന്നെ ഇപ്പോൾ പ്രയോഗിച്ച രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ, അഥവാ ഇജാറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുവദനീയമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കൊണ്ട് തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അവിടെ കർമ്മശാസ്ത്രം പറയുന്ന രൂപത്തിലുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഒരാൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അത് ഹലാലായ മാർഗം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യം ഒരു സഹോദരൻ ചോദിക്കുന്നത്: അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ 4 ആണുങ്ങളും 2 പെണ്ണുമാണുള്ളത്. ഉപ്പയുടെ സ്വത്ത് ആണോഹരിയും പെണ്ണോഹരിയും വിഹിതം വെച്ചു. അതിൽ സ്ഥലത്തിൻ്റെ മൂല്യം നോക്കുമ്പോൾ കൂടുതലുള്ളവർ കുറവുള്ളവർക്ക് അത് പണമായി നൽകാനും തീരുമാനമായി. അങ്ങനെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ അനിയനും ജ്യേഷ്ഠനും കൂടി 1,60,000 രൂപ പണമായിട്ട് കിട്ടാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് 2 ഭാര്യമാരുണ്ടായതിനാൽ അവരുടെ ഉമ്മയിലുള്ള മക്കൾക്കുള്ള സ്വത്തും മറ്റേ ഉമ്മയിലുള്ള മക്കൾക്കുള്ള സ്വത്തും 2ആക്കി ഭാഗിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉമ്മയിലുള്ള മക്കൾക്കുള്ള സ്വത്തുക്കൾ സൗകര്യത്തിനു വേണ്ടി 2 ജ്യേഷ്ഠന്മാരുടെ പേരിൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവർ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതിൽ പാടശേഖരം ചെറിയ ജ്യേഷ്ഠൻ്റെ പേരിലും പറമ്പ് വലിയ ജ്യേഷ്ഠൻ്റെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തത്. പറമ്പ് ഓഹരി വെക്കുകയും പാടശേഖരം വിറ്റ് കിട്ടുന്ന ക്യാഷ് എല്ലാവർക്കും ആണോഹരി പെണ്ണോഹരി രീതിയിൽ വീതം വെക്കാമെന്നുമാണ് അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ചെറിയ ജ്യേഷ്ഠനോട് പാടം വിറ്റതിൻ്റെ ഓഹരി ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, അത് പെങ്ങന്മാർക്ക് വീട് വെക്കുന്നതിന് വീട് പണിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഹരി ചോദിച്ചപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞത്, അതും നിൻ്റെ ഓഹരിയും എന്ത് ചെയ്തിട്ടുണ്ട്? പെങ്ങന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ പറമ്പ് വിൽക്കുമ്പോഴാണ് നിൻ്റെ ഓഹരി അതിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് ഇദ്ദേഹം അറിയാതെയാണ് പെങ്ങന്മാർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ ഓഹരി അവർക്ക് സഹായമായി ചെയ്തത്. വർഷങ്ങളോളം ജ്യേഷ്ഠൻ ഈ പാടം അതിൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹമാണ് അനുഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഉപ്പാൻ്റെ സ്വത്തിൻ്റെ അവകാശം ഇയാൾക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. ഈ ഒരു നടപടി അനീതിയല്ലേ? അതല്ല ഇയാൾ ചെയ്തത് ശരിയാണോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇസ്ലാമിക അനന്തരാവകാശ പ്രകാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അവകാശികൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഓഹരി പ്രകാരം ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ സംഭവിച്ചത്, ഒരു സഹോദരൻ അതല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരെല്ലാവരും കൂടി തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓഹരിയെ ചില സഹോദരന്മാരുടെ പേരിൽ എഴുതി വെക്കുകയും പിന്നീട് ആവശ്യമുണ്ടാകുന്ന സമയത്ത് അത് മാറ്റി എഴുതാമെന്ന രൂപത്തിൽ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത്.
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ ആ പഠിപ്പിച്ചു തരുന്ന വഴിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന മക്കൾ, ഭാര്യമാർ, അവർക്ക് ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങൾ അത് എപ്രകാരമാണോ നൽകേണ്ടത് അത് കൃത്യമായി നമുക്ക് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അവരവരുടെ പേരിൽ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കുന്നതിനോ മറ്റോ യാതൊരു തടസ്സവും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാം പറയാത്ത വഴികൾ ആ രംഗത്ത് സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി രണ്ടാമത്തത്, ഒരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ പേരിലായിക്കൊണ്ടുണ്ട് എങ്കിൽ ആ സ്വത്തിനെ അയാളുടെ സമ്മതമില്ലാതെ കൈകാര്യം ചെയ്യുവാനോ അതിൽ ക്രയവിക്രയങ്ങൾ നടത്താനോ ഒന്നും പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലപ്പോൾ സ്വത്ത് ഉള്ളത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിലോ അതിൽ മറ്റൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ എളുപ്പം നടക്കാൻ വേണ്ടി നാട്ടിലുള്ള ആളുകളുടെ പേരിലേക്ക് സ്വത്ത് എഴുതി വെക്കുന്ന രീതികളൊക്കെ ഉണ്ടാവും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവിടെ ഒരു കാര്യസ്ഥന്റെ റോളിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ സ്വത്ത് ആര് കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമയോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. രണ്ടാമത് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും തന്നെ അനന്തര സ്വത്ത് അത് അനന്തരാവകാശികൾക്ക് ലഭിക്കാത്ത രൂപത്തിൽ കുറേ കാലം വെച്ച് എൻ്റെ കൈവശം വെക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കൈവശം വെക്കുക, അതിൽ നിന്നുള്ള വരുമാനങ്ങൾ മുഴുവൻ ഒരാൾ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത് ഹറാമായ നിലക്ക് ഭക്ഷണം കഴിക്കുന്ന അതല്ലെങ്കിൽ സമ്പാദിക്കുന്ന ഇനത്തിലാണ് പെടുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇദ്ദേഹം ചോദിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അതാത് അവകാശികളുടെ സ്വത്ത് അത് അവരവരുടെ പേരിലേക്ക് അത് എഴുതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അത് സ്വതന്ത്രമായി കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. നമുക്ക് അടുത്തൊരു സഹോദരൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിക്കുന്നത്, അവരുടെ ഉപ്പാക്ക് 3 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ഉപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അദ്ദേഹം സ്വത്ത് എഴുതി വെച്ചു, ചില ആളുകൾക്ക് തീരെ എഴുതി വെക്കാതിരിക്കുകയും എല്ലാവർക്കും ഒരുപോലെ എഴുതി വെക്കാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ഉപ്പാൻ്റെ മരണശേഷം അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ അത് മുഴുവൻ സ്വത്തും ഒരുപോലെ വീതം വെക്കണോ, അതല്ല ഉപ്പ എഴുതി വെക്കാത്ത ബാക്കിയുള്ള സ്വത്ത് ആണോ വീതം വെക്കേണ്ടത് എന്നാണ് ചോദ്യം. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ സ്വത്ത് നമ്മുടെ മക്കൾക്കും ബന്ധുക്കൾക്കും നൽകുകയാണെങ്കിൽ അത് മരണപ്പെട്ടതിന് ശേഷം ഉള്ള അനന്തരാവകാശത്തിലേക്ക് പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനന്തരാവകാശികൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള സമ്മാനദാനങ്ങളോ ഇഷ്ടദാനങ്ങളോ ഒന്നും തന്നെ സ്വത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാകാതെ നോക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയുണ്ടായി, നബിയെ, എൻ്റെ ഒരു മകന് ഞാൻ ഇന്നാലിൻ്റെ സാധനം നൽകട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി ചോദിച്ചു, നിന്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കുവാനുണ്ടോ എന്നാണ്. ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, എങ്കിൽ ആ ജൗറിൽ നീ എന്നെ ഉൾപ്പെടുത്തരുത് എന്നാണ്. ജൗറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്കിരിത്തരം എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ആ ഒരു പ്രയോഗമാണ്. അപ്പോൾ ആ നിലക്ക് അതിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ തൻ്റെ അവകാശികളായി വരുന്ന ആളുകൾക്ക് സ്വത്ത് തടയപ്പെടുന്ന രൂപത്തിലുള്ള ദാനധർമ്മങ്ങളൊന്നും ഒരു മനുഷ്യനും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യരുത് എന്നതാണ്. രണ്ടാമത് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും തന്നെ അയാളുടെ അനന്തരാവകാശവുമായി കൊണ്ട് ബന്ധമില്ല, ബാധിക്കുന്നില്ല എന്നതിനാൽ പിന്നീട് ആരും മരണപ്പെട്ടാലും ആ മരണപ്പെട്ടയാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് അനന്തരാവകാശമായി കൊണ്ട് പരിഗണിക്കപ്പെടുക. അത് പിന്നീട് എല്ലാ അവകാശികളുടെയും മേൽ എങ്ങനെയാണോ ഇസ്ലാമികപരമായി വീതിക്കപ്പെടേണ്ടത് ആ നിലക്ക് വീതിക്കുകയാണ് വേണ്ടത്.
ഇനി കൂടപ്പിറപ്പുകൾ എന്നുള്ള നിലക്ക് തൻ്റെ സഹോദരനൊന്നും ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്കൊക്കെ വാപ്പൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ അവന് ഒന്നും ലഭിക്കാത്തയാളാണല്ലോ, അതിനാൽ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ഓഹരി അവനും ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവൾക്കും ലഭിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവർ അവരുടെ ഓഹരിയെ ഈ സഹോദരന് നൽകുകയാണെങ്കിൽ അത് ഈ സഹോദരന്മാർ ആ സഹോദരനോട് ചെയ്തൊരു തബറു, അത് അഥവാ ഒരു സംഭാവന, അതല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരു ദാനം എന്നൊക്കെയുള്ള നിലക്ക് അത് പരിഗണിക്കപ്പെടുകയാണ് ചെയ്യുക എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു ആലം. തീർച്ചയായിട്ടും അടുത്ത ഒരു സംശയമുള്ളത് ഒരു പണ്ഡിതൻ്റെ സംസാരത്തിൽ നിന്നും ഉണ്ടായ ഒരു സംശയമാണ്. ഒരു സഹോദരി ചോദിക്കുന്നത്, സൂറത്തു തക്കാസുർ ഓതുമ്പോൾ ആ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കരയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകൾ നരകം ബാധിക്കുകയില്ല, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി പറഞ്ഞതായി ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടു. ഇനി ആ ഓതുന്ന വ്യക്തിക്ക് കരച്ചിൽ വന്നിട്ടില്ല എങ്കിൽ കരയുന്നത് പോലെ അഭിനയിച്ചാൽ മതിയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. സൂറത്ത് തക്കാസുറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തക്കാസുറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരാളം ഇത്തരത്തിലുള്ള ലഈഫായ ഹദീസുകൾ വന്നിട്ടുണ്ട്. നബിയിലേക്ക് ചേർത്തി പറയുവാൻ ഒരിക്കലും തന്നെ അത്തരം വചനങ്ങളെ സാധിക്കുന്നതല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ഒരാൾ ഓതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ആശയതലങ്ങളിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ കരച്ചിൽ വരിക എന്നത് അത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു നാട്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് എന്താണ് ഓതുന്നത് എന്നും അറിയാതെ എന്നാൽ കരയേണ്ടതുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കരയുക എന്നത് അത് ഒരർത്ഥത്തിൽ കപടവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആനിനെ അർത്ഥമറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നതാണ്. എന്നാൽ ഇവിടെ അർത്ഥമറിയേണ്ടതുമില്ല, ഒരു ഉണ്ടാക്കി കരയുക എന്ന് പറയുമ്പോൾ അതൊരു ഇഹാനത്ത് അഥവാ നിന്ദിക്കുക എന്നൊക്കെ തലത്തിലാണ് കടന്നു വരിക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന്, ഇത്തരത്തിലുള്ള ലഈഫായ ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം. അടുത്ത ഒരു സംശയമുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം വേറൊരു നബി വരില്ല എന്ന് ഖുർആനിലുണ്ടോ? അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യമായി വന്നിട്ടുള്ളത്. മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി ഒരിക്കലും തന്നെ നബിയല്ല, അയാൾ കള്ളപ്രവാചകനാണ് എന്നത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച കാര്യമാണ്. ഒരിക്കലും തന്നെ ഒരു പ്രവാചകനുണ്ടാകേണ്ട ഗുണവിശേഷണങ്ങളോ ഒരു പ്രവാചകനുണ്ടാകേണ്ട സ്വഭാവവിശേഷണങ്ങളോ ഒന്നും തന്നെ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിക്ക് ഉണ്ടായിരുന്നില്ല എന്നത് അയാളുടെ ജീവചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന്മാരൊക്കെ അവരുടെ ചെറുപ്പം മുതൽക്ക് തന്നെ പാപസുരക്ഷരായിക്കൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ സ്വന്തം പിതാവിൻ്റെ സ്വത്ത് മോഷ്ടിച്ചും അതുപോലെ തന്നെ കട്ടുമൊക്കെ നാട് വിട്ടുപോയി പിന്നീട് പ്രവാചകനായിക്കൊണ്ട് കടന്നു വരുന്ന രീതി ഈ പറഞ്ഞ മിർസയെ പോലെയുള്ള ആളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ നിന്നുമുള്ള ഒരു പുരുഷന്റെയും പിതാവായിട്ടില്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെയാളുമാകുന്നു. അഥവാ ഖാതമൻ നബിയ്യീൻ എന്നുള്ള പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്, അവസാനത്തെ പ്രവാചകൻ. ഇപ്പൊ ഖാത്തമ എന്ന് പറയുമ്പോൾ സീല് വെക്കുക എന്നൊക്കെ അർത്ഥത്തിൽ പറയാറുണ്ട്. അപ്പോൾ പ്രവാചകൻ ശൃംഖലയ്ക്ക് ഏറ്റവും അവസാനമായി കടന്നു വന്നയാൾ എന്നുള്ള നിലക്കാണ് ഇവിടെ ഖാത്തമുൻ നബിയ്യീൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അവസാനത്തെ നബി, ഇനി എൻ്റെ ശേഷം ഒരു നബിയും വരാനില്ല എന്ന് തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ലൗ കാന ബഅദി റസൂല ലകാന ഉമറ.
എൻ്റെ കാലശേഷം ഒരു നബി വരാനുണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് നബി പറയുമ്പോൾ നബിയുടെ കാലശേഷം ഇനി പ്രവാചകന്മാർ കടന്നു വരാനില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്ന് പറയുന്നത് അത് ലോകത്ത് അള്ളാഹുവിൽ നിന്നും അവതരിച്ച അവസാനത്തെ ശരീഅത്താണ്. ഇനി അതിനുശേഷം പുതിയൊരു ശരീഅത്ത്, ഒരു മതവും മതനിയമവും ഒക്കെ ഉണ്ടാകുക എന്ന് ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഖാദിയാനിയെ പോലെയുള്ള ആളുകളെ വിശ്വസിക്കുന്നവർ അവരെ മുസ്ലിമായി കൊണ്ട് പരിഗണിക്കുക സാധ്യമല്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അടുത്തതൊരു ഹദീസ് സ്വഹീഹാണോ എന്നാണ് ചോദ്യം. ഹദീസ് ഇപ്രകാരമാണ്: ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആഉ വലാ യസീദു ഫിൽ ഉമരി ഇല്ലൽ ബിർ. ഈ ഹദീസ് സ്വഹീഹാണോ എന്നാണ് സംശയം. ഈ ഹദീസിനെ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ല സഹീഹ് തുർമുദിയിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് ഹദീസ് സഹീഹാണ്. അതുപോലെ തന്നെ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ കാരണങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശപ്പ് എന്ന് പറയുന്ന കാര്യം ഇല്ലാതെയാകണമെങ്കിൽ ഭക്ഷിക്കുക എന്ന കാരണം അത് ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് വിശപ്പില്ലാതെയാകുന്നത്. അതുപോലെ തന്നെ മക്കളുണ്ടാകണമെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ഇങ്ങനെ ഓരോ ഒരു കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതുപോലെ തന്നെ ഖലാഇൽ മാറ്റം വരുവാനായിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ച ഒരു കാരണമാണ് ദുആ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുആഉം ഖലാഇന്റെ ഭാഗം തന്നെയാണ്, ഖലാഇന്റെ പുറത്തല്ല. ഒരു കാര്യം അത് അവൻ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവൻ ആ കാര്യം ഇല്ലാതെയാകും. അതല്ലെങ്കിൽ ഇന്ന കാര്യം ലഭിക്കുമെന്നത് അവന്റെ വിഷയത്തിൽ വിധിച്ച കാര്യമാണ്. അത് അവന് ലഭിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം കിട്ടിയില്ല, പ്രാർത്ഥിച്ചു, ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതിന് പകരം ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുന്നത് വരെ അത് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2, ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന കുറേ ദുരന്തങ്ങളും അപകടങ്ങളുമൊക്കെ പ്രാർത്ഥനകളിലൂടെ ഇല്ലാതെയാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള ആയുസ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തെ നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. നിരന്തരം നമ്മൾ പ്രാർത്ഥനയിലായിക്കൊണ്ട് ജീവിക്കുക. പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നതുമൊക്കെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് പ്രമാണബദ്ധമാണ്, പ്രമാണമായിക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. നമുക്ക് അടുത്ത ഒരു ചോദ്യമായി വന്നിട്ടുള്ളത്, സാധാരണ രൂപത്തിൽ ളുഹറും അസറും അതുപോലെ തന്നെ മഗ്‌രിബും ഇശായും ഒന്നിച്ചാണല്ലോ നമ്മൾ ജമ്മും കസറുമായും ഒക്കെ നിസ്കരിക്കാറ്. എന്നാൽ ഒരൊറ്റ നിസ്കാരം, അതിപ്പോൾ ളുഹറോ അസറോ ഏതെങ്കിലും ഒന്ന് കസർ മാത്രമാക്കി നിസ്കരിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ യാത്രയിൽ ഓരോ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴും അതാത് നിസ്കാരം കസറാക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. അഥവാ ളുഹറിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ ളുഹർ കസറാക്കും. അതുപോലെ തന്നെ അസറിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ അസർ കസറാക്കും. ഇഷായിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ ഇഷാ കസറാക്കും. അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2 റക്അത്തായി കൊണ്ട് ചുരുക്കി നിസ്കരിക്കുന്നതാണ് കസറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഓരോ നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുവാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ അദ്ദേഹം അതാത് നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരത്തെ കസറാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി യാത്രക്കിടയിൽ കസറാക്കി അതാത് നിസ്കാരത്തിന്റെ സമയത്ത് കസറായി നിസ്കരിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഘട്ടമാണ് എങ്കിൽ സ്വാഭാവികമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു ഇളവാണ് ജംഇ എന്നത്. അവിടെയാണ് നമ്മൾ ജംഉം കസറുമാക്കിക്കൊണ്ട് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഓരോ വക്തിനും കസറായിക്കൊണ്ട് നിസ്കരിക്കാൻ ഒരു യാത്രക്കാരന് സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക്
ളുഹർ മാത്രം കസറാക്കാൻ പറ്റും, അസറു മാത്രം കസറാക്കാൻ പറ്റും, ഇഷാ മാത്രം അതിന്റെ സമയത്ത് ആ നിലക്ക് തന്നെ കസറാക്കാൻ പറ്റും. അപ്പൊ ജംആക്കാതെ തന്നെ കസറാക്കിക്കൊണ്ടും നിസ്കരിക്കാവുന്നതാണ്. അത് ആ രൂപത്തിൽ തന്നെയാണ് പ്രവാചകൻ ചെയ്തിരുന്നത്. അത്യാവശ്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് പരസ്പരം കൂട്ടിച്ചേർത്ത് ജംആക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന രീതിയും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. നമുക്ക് അടുത്ത ഒരു സഹോദരൻ്റെ സംശയം. അദ്ദേഹത്തിന് 3 പെങ്ങന്മാരാണുള്ളത്. അതിൽ 2 പെങ്ങന്മാരെ നേരത്തെ കെട്ടിച്ചപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് അന്ന് അവർക്ക് സ്വർണവും പണവുമായി സ്വത്തായിട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ പെങ്ങളെ കല്യാണം കഴിച്ച സമയത്ത് അവൾക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ പണവോ സ്വത്തോ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഈ അവരുടെ അവകാശങ്ങളിൽ ഉപ്പ മരിച്ചിട്ട് അവരുടെ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് കൊടുക്കാത്ത പെങ്ങൾക്ക് കൂടുതലായി കൊടുക്കേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ ഈ ഉപ്പയുടെ മരണശേഷമാണ് ബാക്കിയുള്ള പെൺമക്കളുടെ അഥവാ ഇദ്ദേഹത്തിന്റെ പെങ്ങന്മാരുടെ വിവാഹം നടന്നത് എങ്കിൽ ആ ഉപ്പയിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ട അവകാശത്തിൽ നിന്ന് അവർക്ക് ആ നിലക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. എങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ സഹോദരിമാർക്കും അവരുടേതായ രൂപത്തിലുള്ള സ്വത്തിൽ നിന്ന് അവരുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി കടന്നു വരുമായിരുന്നു. ഒരിക്കലും തന്നെ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല, അത് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. ദീനിയായിക്കൊണ്ട് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് വിവാഹം കഴിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം എന്നുള്ള നിലക്കുള്ള കാര്യമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ, അത് ഉപ്പയുടെ കാലശേഷമാണ് ചെയ്തത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് അനന്തരാവകാശത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ആ രൂപത്തിലാണ് എങ്കിൽ സ്വാഭാവികമാണ് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യമല്ല നൽകേണ്ടത്, മറിച്ച് സ്വത്തിൽ നിന്നും ഓരോരുത്തരുടെയും അവകാശം എത്രയാണോ ആ അവകാശത്തിന് അനുസൃതമായ രൂപത്തിലാണ് നൽകേണ്ടത്. ഒരാൾക്ക് സമ്മാനം നൽകുന്നത് മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശത്തെ ഹനിക്കാൻ കാരണമാകാൻ പാടില്ല എന്ന കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതല്ല, ഇനി പിതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവ് തൻ്റെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച സമയത്ത് അവർക്ക് സമ്മാനമായിക്കൊണ്ട് സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ നൽകി. പിന്നീട് പിതാവ് മരണപ്പെട്ടു, ഇനി ഒരു മകൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അഥവാ ഇനി വിവാഹം കഴിക്കാതെ ബാക്കിയുള്ളത് എങ്കിൽ ആ മകളെ കല്യാണം കഴിപ്പിക്കുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ കൊടുക്കാൻ വേണ്ടി അനന്തര സ്വത്തിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് എടുക്കുക എന്നത് അതും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന മറ്റു അവകാശികളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ഓഹരികൾ ഇവർക്ക് അവർ നൽകുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ നിങ്ങളെ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ധാരാളം തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് അനന്തരാവകാശത്തിൽ കുറവായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ പാടുള്ളതല്ല. അത് മതപരമായി കൊണ്ട് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. അടുത്തത് നമ്മളൊരു സഹോദരിയുടെ ഒരു സംശയമാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു സ്വർണം വെക്കാൻ വേണ്ടി ഒരു സ്വർണ്ണമാല അവർ കൊടുത്തു. അതോടൊപ്പം തന്നെ പൊട്ടിയ ഒരു ചെയിൻ നന്നാക്കാനും അവർ കൊടുത്തു. എന്നാൽ ഭർത്താവ് അറിയാതെ തന്നെ ആ സ്വർണത്തിൻ്റെ ക്യാഷ് കയ്യിൽ വാങ്ങാതെ ആ പൈസ കൊണ്ട് മാല നന്നാക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇനി അതല്ല, അങ്ങനെ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ഇനി ആ സ്വർണം ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ആ സഹോദരിയുടെ ചോദ്യം. സ്വർണ്ണ കച്ചവടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒന്ന് യദംബിയതാകുക, രണ്ട് മിസിലാകുക. യദംബിയത് എന്ന് പറയുമ്പോൾ സ്വർണം കൊടുത്താണ് ഒരാൾ സ്വർണം വാങ്ങുന്നത് എങ്കിൽ അഥവാ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുകയാണെങ്കിലും കൊടുത്തത് എത്രയാണോ അത്ര തന്നെ തിരിച്ചു വാങ്ങേണ്ടതുണ്ട്. അതിലേക്ക് കൂടുതൽ പണം ചേർക്കുക എന്ന് പറയുന്നത് അത് പലിശയുടെ ഗണത്തിലാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് യദംബിയതാകണം, റൊക്കമായിട്ട് കൊടുത്ത് റൊക്കമായി വാങ്ങുന്ന രീതിയാണ് സ്വർണങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ റൊക്കം വാങ്ങാതെ കാലതാമസം കൊണ്ടുവരുന്നു എങ്കിൽ ആ കാലതാമസത്തെ റിബൻ നസിയയിലേക്കാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിബൻ നസിയ എന്നുള്ളത് അത് എല്ലാ അർത്ഥത്തിലും അഥവാ കാലതാമസം കൊണ്ടുവരുന്ന പലിശ എന്നത് എല്ലാ അർത്ഥത്തിലും ഹറാമാണ് എന്നതിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ഏകാഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യകർത്താവ്
പണം വാങ്ങിയില്ല, അഥവാ കച്ചവടം നടത്തിയതിന്റെ പണം വാങ്ങിയില്ല എന്നത് സ്വാഭാവികമായിട്ട് ഓർഡർ കടന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതേ മജിൽസിൽ വെച്ച് തന്നെയാണ് അതിന്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പണം ബാക്കിയുള്ളത് വാങ്ങിയിട്ടുണ്ട് എന്ന കടന്നു വരുന്നില്ല. കാരണം ഇവിടെ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ടുള്ളത് മറ്റൊരു സ്വർണം നന്നാക്കാനാണ്. മറ്റൊരു സ്വർണം നന്നാക്കുവാൻ എന്ന് പറയുമ്പോൾ ആ സ്വർണം അവിടെ വെച്ച് തന്നെ, ആ കടയിൽ വെച്ച് തന്നെയാണ് നന്നാക്കുന്നത് എന്നതിനാൽ ഒന്നാമത്തത് പണം പറയുകയും ആ പണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ആ ഒന്നാമത്തെ കച്ചവടം കഴിഞ്ഞതായി മനസ്സിലാക്കാം. അതിനുശേഷം രണ്ടാമത് മറ്റൊരു പുതിയ കച്ചവടം, പുതിയൊരു കാര്യമാണ്. അത് കച്ചവടമല്ല, അഥവാ ആ കേടുവന്ന സ്വർണം നന്നാക്കിയെടുക്കുക എന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ട് അദ്ദേഹം ഈ നിലക്ക് ഇതിൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പ്രശ്നമുള്ള കാര്യവുമല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. ഒരു സഹോദരിയുടെ ചോദ്യമാണ്. അവർക്ക് PCOD അസുഖമുണ്ട്. അവരുടെ മൂത്രമൊഴിക്കുന്ന സമയത്ത് അവരുടെ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കാൻ സാധിക്കുമോ എന്നാണ്, പാടുണ്ടോ എന്നാണ് അവരുടെ സംശയം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആർത്തവരക്തമോ പ്രസവരക്തമോ ആണ് മൂത്രത്തിൽ കലർത്ത് വരുന്നത് എങ്കിൽ സ്വാഭാവികമാണ് നോമ്പ് നോൽക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ആർത്തവകാരികളും പ്രസവരക്തമുള്ളവരും നോമ്പ് നോൽക്കാൻ പാടില്ല. അതല്ലാത്ത മറ്റു രോഗങ്ങളുടെ ഭാഗമായി കൊണ്ടുണ്ടാകുന്ന രക്തമാണ് എങ്കിൽ അത് നോമ്പിനെ ഒഴിവാക്കുവാൻ ഉള്ള കാരണമായി കൊണ്ടും കാണാൻ പാടുള്ളതല്ല. അത്തരം ഘട്ടത്തിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് എന്താണ് ഈ രക്തം മൂത്രത്തിൽ കലർന്നു വരാനുള്ളത് എന്ന് അന്വേഷിക്കുകയും അത്തരം ഘട്ടത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് വൈദ്യശാസ്ത്രപരമായി കൊണ്ട് പ്രയാസമുണ്ടാകുമോ ഇല്ലയോ എന്ന് വിലയിരുത്തുകയും വൈദ്യശാസ്ത്രപരമായി കൊണ്ട് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകാനുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത്തരം ഘട്ടത്തിൽ ആ നോമ്പ് ഉപേക്ഷിക്കുകയുമാണ് വേണ്ടത്. അതല്ല വൈദ്യശാസ്ത്രപരമായി കൊണ്ട് നോമ്പ് നോൽക്കുന്നതിന് പ്രശ്നമില്ല, ഇത് ആർത്തവരക്തമോ പ്രസവരക്തമോ അല്ലാത്ത രക്തമാണ് എങ്കിൽ അവർക്ക് നോമ്പെടുക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. അവർ നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. ഒരു സഹോദരിയുടെ സംശയമാണ്. അവർ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലെ സൊഫിലെ സ്ത്രീയുടെ പർദ്ദയിൽ അഴുക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ആ അഴുക്കുകളായാൽ ആ നിസ്കാരം ശരിയാകുമോ എന്നാണ് അവരുടെ സംശയം. അഴുക്കുകൾ രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്ന് നജസായ രൂപത്തിലുള്ള അഴുക്കുകളും ഉണ്ടാകും, രണ്ടാമത്തത് നജസല്ലാത്ത രൂപത്തിലുള്ള അഴുക്കുകളും ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മഴ പെയ്തു, മണ്ണ് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കലങ്ങിയ മണ്ണ്, ചെളിയായ മണ്ണ് അത് വസ്ത്രത്തിലായി, അത് നജിസല്ല. അതേസമയം ഏതെങ്കിലും ജീവികൾ, ഇപ്പോൾ നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റാത്ത ജീവികൾ, ഇപ്പോൾ നായ, പൂച്ച പോലെയുള്ള ജീവികളൊക്കെ ഉണ്ട്. അവ കാഷ്ടിച്ചു, ആ കാഷ്ടം അതുപോലെയുള്ള അവയുടെ മൂത്രം പോലെയുള്ള സംഭവങ്ങൾ അത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ട് അത് നജസ്സുമാണ്. രണ്ടും മാലിന്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം പറഞ്ഞ രൂപത്തിലുള്ള കാര്യമായത് അത് നജസ്സല്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിലായി എന്നതോ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ വസ്ത്രത്തിലുണ്ട് എന്നതോ ഒന്നും തന്നെ നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് അവിടെ കൂടെ നിസ്കരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ ശരീരത്തിലായി എന്നതുകൊണ്ടും പ്രശ്നമില്ല. എന്നാൽ നജസ് ഇനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ, നജസായ രൂപത്തിലുള്ള കാര്യങ്ങളാണ്, അഴുക്കുകളാണ് നമ്മുടെ വസ്ത്രത്തിലുള്ളത് എങ്കിൽ, ശരീരത്തിലുള്ളത് എങ്കിൽ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ വസ്ത്രത്തിൽ നിന്ന് നിസ്കരിക്കുന്നതിനിടയിൽ നമ്മുടെ ശരീരത്തിലാകാനുള്ള സാധ്യതയുള്ളത് എങ്കിൽ അത്തരം ആളുകൾ ഒന്ന് ശരീരത്തിൽ അവരുടെ വസ്ത്രത്തിൽ ഇതുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണം. കാരണം അവരുടെ നിസ്കാരം ശരിയാകണമെങ്കിലും അവിടെ വസ്ത്രവും ശരീരവും ഒക്കെ പരിപൂർണമായും നജസിൽ നിന്ന് ശുദ്ധിയായതായിരിക്കണം. രണ്ടാമത്തത്, അത് അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ ഉള്ളത് എങ്കിൽ സ്വാഭാവികമാണ് അത് നമ്മുടെ ശരീരത്തിലേക്കാകാത്ത രൂപത്തിൽ തന്നെ നമ്മൾ അതിനെ തൊട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അവരെ തൊട്ട് ദൂരത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ശരീരത്തിൽ നജസ് ഉണ്ടായിക്കൊണ്ട് ഒരാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, വസ്ത്രത്തിൽ നജസ് ഉണ്ടായിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ഇടത്ത് നജസ് ഉണ്ടായിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാവുകയില്ല.
കാരണം അശുദ്ധിയിൽ നിന്നും നജിസിൽ നിന്നുമൊക്കെ ശുദ്ധിയാകുക, വൃത്തിയാകുക എന്നത് നിസ്കാരത്തിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നിബന്ധന നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നിസ്കാരം അത് സ്വീകരിക്കപ്പെടുകയില്ല, അവൻ നിസ്കരിക്കാത്തവനെ പോലെയാണ് എന്നതൊക്കെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ആലം. ഒരു സഹോദരൻ ചോദിക്കുന്നത്, അയാൾക്ക് മൂത്രവാർച്ചയുള്ള ആൾ പിന്നെ നോമ്പെടുക്കുന്നത് ശരിയാണോ? ഇനി അതല്ല, നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം അദ്ദേഹം കുളിക്കണമോ എന്ന് ചോദിക്കുന്നു. മൂത്രവാർച്ചയും അതുപോലെ തന്നെ നോമ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മൂത്രവാർച്ചയുള്ളയാൾക്കും നോമ്പ് നോൽക്കാവുന്നതാണ്, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. രണ്ടാമത്തത്, മൂത്രവാർച്ചയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിസ്കാരത്തിനും കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചില്ല. ശരീരത്തിൽ നിന്ന് ആ നജിസ്, ഒന്ന് മൂത്രവാർച്ചയുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മൂത്രം പടരുന്നതിന് തൊട്ട് വേണ്ട രൂപത്തിലുള്ള സംരക്ഷണ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നിസ്കരിക്കാൻ സമയമാകുമ്പോൾ കൃത്യമായി ശൗച്യം ചെയ്ത് ശരീരത്തിൽ നിന്നും മറ്റുമൊക്കെ നജിസ് പോയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും നജിസ് ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് നിസ്കരിക്കുകയുമാണ് വേണ്ടത്. മൂത്രവാർച്ച അത് നോമ്പുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. മാഷാ അല്ലാ, ബാറക്കല്ലാ. നമ്മൾ ഈ അലിജാബയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അലിജാബയിൽ വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളുമെല്ലാം ഫീഡ്ബാക്ക് വഴിയും അതുപോലെ തന്നെ 9020 840 840 എന്ന നമ്പറിൽ നിങ്ങൾക്ക് തത്സമയത്ത് വിളിച്ചുകൊണ്ടും ഈ അലിജാബയിൽ പങ്കെടുക്കാൻ സാധിക്കും. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.